നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന അലീനയ്ക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് ബബിത മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അലീന കിടക്കുമായിരുന്നു. പിന്നീട് ആ കഞ്ഞി അവിടെ വെച്ചിട്ട് അലീനെ പതുക്കെ കട്ടിൻ്റെ ക്രാസിയിലേക്ക് പിടിച്ച് ചാരി ഇരുത്തുവാണ്. പിന്നീട് അലീനയോട് പറഞ്ഞു, ഇതാ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേനും അലീന പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടേ? പിന്നെ എങ്ങനെ മെഡിസിൻ കഴിക്കണം എന്ന് ചോദിച്ചു. അതെ, എനിക്ക് കോരി തന്നാൽ മതി എന്ന് പറഞ്ഞു. കോരി തരാനാ? ഞാനാ? പിന്നല്ലാതെ. അപ്പോഴേക്കും ബബിത അലീനയൊന്ന് നോക്കി. അലീനയ്ക്കറിയാം ബബിത അത് ചെയ്തു തരും എന്നുള്ള കാര്യം. പിന്നീട് ബബിത അവിടെ ഇരുന്നിട്ട് സ്പൂണിനകത്ത് കഞ്ഞി കോരി കൊടുക്കുകയാണ് അലീനയ്ക്ക്. അലീനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് കഴിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. അതും ബബിതയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ. ബബിത പുറമെ അലീനയോട് ദേഷ്യമൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ, ഉള്ളു നിറയെ സ്നേഹമാണ്. സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ ഈ കാഴ്ച കണ്ടു. പെട്ടെന്ന് കൃഷ്ണമോൾ പോയി ബാലേന്ദ്രനെ വിളിക്കുകയാണ്. അച്ഛ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ അച്ഛൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അലീനയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വന്നു. നോക്കച്ച, ഇതെങ്ങ് നോക്കിയേ, എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ ബബിതേച്ചി അലീനേച്ചിക്ക് കഞ്ഞി കോരി കൊടുക്കുന്നു നോക്കാൻ പറഞ്ഞു. ബാലേന്ദ്രൻ ആ കാഴ്ച കണ്ട് ഇപ്പം കണ്ണു നിറഞ്ഞു. ബാലേന്ദ്രന് മനസ്സിലായി രോഹിത്തിനെ അലീന എങ്ങനെയൊക്കെ പരിചരിച്ചോ അപ്പോൾ അതേപടി തന്നെയാണ് ബബിത ചെയ്യുന്നത്. കാരണം ബബിത അതൊക്കെ കണ്ടു പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളില്ലാത്തതിൻ്റെ കുറവ്, സ്വന്തം അമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് അലീന പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അലീന രോഗത്തിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം അലീനയ്ക്കൊരു വയ്യായിക വന്നു കഴിയുമ്പം ഇവരും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലായി. പിന്നീട് ബാലേന്ദ്രനെ പറഞ്ഞു, അതെ, ഞാനിവിടെ വയ്യാതെ കിടന്ന സമയത്ത് എനിക്കൊരു ഇച്ചിരി കഞ്ഞി കൊണ്ടു തരായിരുന്നു, ഇവിടെ ആരും ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഭവിത ഞെട്ടലോടുകൂടി നോക്കുകയാണ്. ഭവിത പറഞ്ഞു, അല്ല അത് പിന്നെ അലീനേച്ചിക്ക് കോരി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ. നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ ബാലേന്ദ്രനും കൂടെ പോകുമ്പോഴത്തേനും ഭവിത പറഞ്ഞു, അതെ പെട്ടെന്ന് കുടിക്കുന്നുണ്ടോ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് ശരി, എനിക്ക് വേണ്ട, വേറെ ജോലി പോയി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഭവിതയ്ക്ക് സങ്കടമായി. ഭവിത പറഞ്ഞു, അല്ല അങ്ങനെ കുടിക്കാനല്ല ഞാൻ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അങ്ങനെ വീണ്ടും കഞ്ഞി ഒരു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അലീന പെട്ടെന്ന് ഭവിതയുടെ കവളത്തേക്ക് ഇങ്ങനെ കൈ വെക്കുകയാണ്. ആ സമയത്ത് ഭവിത നോക്കി. അപ്പോഴേക്കും അലീന ആ കൈയെടുത്ത് ഉമ്മ വെക്കുകയാണ്. ഭവിത ഇങ്ങനെ നോക്കിയിട്ടെന്ന് ചോദിച്ചു, എന്ത് പരിപാടി കാണിക്കണമെന്ന് ചോദിച്ചു. പിന്നെ വീണ്ടും കൈ കൊണ്ട് വന്നതിനും അലീനയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റുകയാണ്. കാരണം കവളത്ത് ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് ആ ഉമ്മ എടുത്ത് തൻ്റെ കവളത്ത് കൊണ്ടേ വെക്കുകയാണ്. അത് ബബിതയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ബബിതയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ അലീനയുടെ മുമ്പിൽ അതൊന്ന് തുറന്ന് സമ്മതിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. തൻ്റെ സന്തോഷം തൻ്റേത് മാത്രമായിരിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ബബിതയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം അലീനയോട് പറഞ്ഞു, അതെ ഞാൻ ഈ ദേഹം വേണേൽ തുടച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബബിത പോയി ടബിലേക്ക് എടുത്തുകൊണ്ട് കാലും കൈയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് അത്ഭുതമായിരുന്നു ബബിതയുടെ കാര്യത്തിൽ. അങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ബബിത അടുക്കളയിലേക്ക് ഇരുന്ന് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അലീനയും കൃഷ്ണമ്പോളും കൂടെ ചേർന്നിട്ട് എല്ലാം കഴുകി തളിച്ച് നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പം വൈജയന്തി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അടുക്കളയ്ക്ക് ഇരുന്ന് അവർ ജോലി ചെയ്യുന്നതൊക്കെ വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. കാരണം വെറും ഒരു ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് ഇവളുമാരൊക്കെ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും ഭവിത ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അലീന ചേച്ചിക്ക് എന്തായാലും പനി കുറവില്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ അച്ഛൻ ഒന്നുകൂടെ ആ ഡോക്ടറെ വിളിക്കണം, എന്നിട്ട് പിന്നെ മെഡിസിൻ മാറ്റി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴെന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, കുറവുണ്ടല്ലോ ഇനി പിന്നെ എന്തിനാ വേറെ മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് ചോദിച്ചു. അല്ല കുറവില്ലെങ്കിൽ രോഹിയേട്ടന് ഇങ്ങനെ പനി വന്നതിന് ശേഷം ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, ഇനിയിപ്പോൾ അലീന ചേച്ചിക്ക് അങ്ങനെയൊക്കെ വരുമോന്നോ? അത് വരുമ്പോൾ നോക്കാം, ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. ടെൻഷൻ ആർക്ക്? പിന്നെ നിന്റെ മുഖം കണ്ട അറിയാലോ. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എനിക്കൊരു ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബബിത പെട്ടെന്ന് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കുമ്പോഴാണ് അലീന ആ കാര്യങ്ങൾ പറയണേ. പനിയാ വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അയ്യോ പനിയാണ്, ഒരു കാര്യം ചെയ്യുക ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ, ഇവിടെയാണ് ഞാനുണ്ട് നോക്കാനായിട്ട്.
ചേച്ചിക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അവിടെ ആകുമ്പം ചേച്ചിക്ക് പണിയൊക്കെ ചെയ്യണ്ടേ, പയ്യെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ, എല്ലാ ജോലികളും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആര് ചെയ്യുന്നത്, ഞാനാ, പിന്നല്ലാതെ. ഇപ്പം എനിക്കിവിടെ ഒരു പണിയും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പണിയൊന്നും ചെയ്യണ്ടേ? അതെ, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ഇപ്പം അടിയാന്ന് പറഞ്ഞു. പോ അലീന ചേച്ചിന്ന് രേവതിക്കുട്ടി പറഞ്ഞു. സത്യം മോളെ ഞാൻ പറയണേ, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പകല് രോഹിത്തുണ്ട്, അവൻ കോളേജിലേക്ക് പോകുന്നില്ലല്ലോ. പിന്നെ രാവിലെയും വൈകുന്നേരം കൃഷ്ണമോളും ഭവിതയുണ്ടെന്ന് പറഞ്ഞു. ഭവിതയോ? അതെ, ഭവിതയുണ്ട്. ഭവിതയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കാലും തന്നെ ഇപ്പം നോക്കണേന്ന് പറഞ്ഞു. എനിക്ക് കഞ്ഞി കോരി തരുന്ന എല്ലാ കാര്യങ്ങളും അവൾ നല്ല ഭംഗിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി അത്ഭുതമായിരുന്നു. രേവതിക്കുട്ടി പറഞ്ഞു, ആഹാ, ഇതൊരു വല്ലാത്ത മാറ്റം തന്നെയാണല്ലോ. അല്ല, വൈജയന്തിമാടം എന്ത് പറയണം, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ഓ, ഇപ്പോഴും അവർക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലേന്ന് ചോദിച്ചു. ഇല്ല, അതങ്ങനെ പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടെന്ന് മാറ്റം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയെ വന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കോളേജിൽ പോകേണ്ടതുകൊണ്ടല്ല ഞാൻ വന്നേനും. പിന്നെ അത് മാത്രമല്ല, മാമച്ചനങ്ങളാണെങ്കിലോ അധിക ദൂരം ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. സാരമില്ല മോളെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു ചെറിയ പനി മാത്രമല്ലേ എനിക്കുള്ളൂ. നീ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കും വല്ല പനിയും പിടിക്കും. കുഴപ്പമില്ല, എല്ലാം ഒന്ന് ഭേദമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ കാണാൻ വന്നോളാന്നൊക്കെ രേവതിക്കുട്ടിക്ക് വാക്ക് കൊടുക്കുകയാണ് അലീല. ഈ സമയത്ത് ബാലേന്ദ്രന് ഹാളിലേക്ക് വരുമ്പോഴത്തേനും വൈജി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വൈജിക്ക് ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവൾ കാരണം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജി പിറുപിറുക്കണം. ബാലേന്ദ്രൻ ഒട്ടും സഹിച്ചില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, എന്തേലും പറയാണ്ടേ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ പിറുപിറുക്കും അല്ല വേണ്ടേന്ന് പറഞ്ഞു. പിറുപിറുത്തിട്ടും കാര്യമില്ലെന്നറിയാം നിങ്ങളുടെ അടുത്ത്. ഒരുത്തിയെ കൊണ്ടേ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അവൾ കാരണം മനുഷ്യൻ്റെ ഉള്ള മനസ്സമാധാനം പോയി. എൻ്റെ മക്കളെയും കൂടെ അവൾ കയ്യിലെടുത്തിരിക്കുക. എന്നാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മക്കളെ അവൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ വെറുതെ ഒന്നുമില്ല, അവൾ സ്നേഹം കൊടുത്താൽ കയ്യിലെടുത്തേ. നിന്റെ മക്കള് നിന്നെ സ്നേഹിക്കാതെ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നീ അവൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല എന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നല്ലേ വൈജയ പറയണേ. ഇവിടെ ആ കാര്യത്തിൽ കൃത്യമാന്ന് പറഞ്ഞു. നിന്റെ മക്കൾ പോലും ഇപ്പം നിന്നെ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൈയിരിപ്പുണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജി പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാ എൻ്റെ മക്കളെ എന്നിൽ നടത്തി മാറ്റിയിരിക്കുന്നത്. അവൾ ഈ കുടുംബത്തിൽ വന്ന് കയറിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, അവൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഞാൻ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു, പലരുടെയും കപട മുഖങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് അറിയാൻ പോകുന്നില്ലായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു നന്ദിയും കടപ്പാടും എനിക്ക് അവളോട് എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇപ്പം നിങ്ങൾ എനിക്കൊരു സ്ഥാനവും വിലയും തരുന്നില്ലെന്ന് എനിക്കറിയാം. എന്തിനാടി നിനക്ക് സ്ഥാനവും വിലയും തരുന്നേ? അല്ല, ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവളല്ലേ നീയാ. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഡിവോഴ്സിന് കൊടുക്കണേ? അവള് ആ ഒരുമ്പെട്ടവൾ ഈ വീട്ടിലേക്ക് വന്നോണ്ടല്ലേ. അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അവളിപ്പോൾ തമ്പുരാട്ടിയുടെ വാഴുമല്ലേ. അവൾക്കൊരു പനി വന്നെന്നും പറഞ്ഞുകൊണ്ട് അവളെ ശുശ്രൂഷിക്കാനായിട്ട് എത്ര പേരെ അവിടെ കൂടിയിരിക്കുന്നേ. ഇവിടെ ഞാൻ വയ്യാതെ കിടന്ന് ഇനിയിപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളോ ഒന്നുമില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, പിന്നെ ആരായിരുന്നു ഹോസ്പിറ്റലിൽ വന്നേ? പിന്നെ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരര മണിക്കൂർ തയ്ച്ചിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതുപോലത്തെ ചൊറിയുന്ന സ്വഭാവമല്ലേ നിനക്ക്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിൽ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുള്ളൂ. ഇപ്പം നിങ്ങളെന്നെ ഭാര്യയായിട്ട് പോലും കൂട്ടാക്കുന്നില്ല. അതിന് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മക്കളുണ്ട്, പിന്നെ ജോലിക്കാരിയുണ്ട്, അത് മതിയല്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, എടി ഭാര്യയായിട്ട് കൂട്ടാക്കണമെങ്കിൽ അതിന് മിനിമം യോഗ്യത വേണം. പക്ഷേ അതിനുള്ള മിനിമം യോഗ്യത പോലും നിനക്കില്ല. അതുകൊണ്ടാണ് അതിനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ നല്ല ദേഷ്യമായിരുന്നു. കാരണം ഇത്രയും ദിവസം അവർ പരസ്പരം സംസാരിക്കാതിരിക്കുമായിരുന്നു. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടെ പുറത്തേക്ക് വരുവാണ്. ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ബാലേന്ദ്രന്. വായി വന്നതല്ലോ വൈജയെ വിളിച്ച് പറയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.